കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരും. എന്റെ കൂടെ ജോമോനാണ്. ജോമോനെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നേരിട്ടല്ല, ജോമോനെ കാണാൻ വഴിയുള്ളത് എങ്ങനെയാ വെച്ചാൽ ഇഞ്ചക്കൊണ്ട് സഖാക്കൾ എന്ന് പറയുന്നതും JJ കട്സ് എന്ന് പറയുന്നതുമായിട്ടുള്ള പേജുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ജോമോൻ. എന്റെ നാട്ടിലാണ് ജോമോന്റെ വീട്. ജോനെ ഇന്ന് ജോമോനോട് വിളിച്ചു ചോദിച്ച കാര്യം, നമ്മള് ഇപ്പോ 25 ദിവസമായിട്ട് നമ്മള് ആശാവർക്കന്മാരുടെ സമരമാണല്ലോ നമ്മൾ ചർച്ച വരുന്നത്. അപ്പോ നമുക്ക് വേണ്ടത് ശേഷം നമുക്ക് ഒരു സഹായം കേന്ദ്രത്തിന് കിട്ടിയിട്ടില്ല. അപ്പോ അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇപ്പോ സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓണറേറിയമാണ് ആശാപ്രവർത്തകർക്ക് കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ 10 വർഷമായിട്ട് ഒരു വർധനയും വരുത്തിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഇടയിലാണ് രാഹുൽ മാങ്കൂട്ടം വന്നത്. പത്മജ വേണുഗോപാൽ പോകുന്ന ഒരവസരത്തിൽ പത്മജ വേണുഗോപാലിന്റെ അച്ഛനെ വളരെ നികഷ്ടമായി പറയുന്നു. ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ, തന്തയെ കൊന്ന സന്താ. ആ യാത്ര തുടർന്ന് പൂത്ത ബ്രെഡ് വരുന്നു. അതിനുശേഷം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിലും ഒളിച്ചോടുന്നു. ഇതിനൊക്കെ മാധ്യമ സപ്പോർട്ട് കിട്ടുന്നു. അതിനുശേഷം ഇപ്പോ വീണ ജോർജിനെതിരെയാണ് ആക്രമണം. വീണ ജോർജ് കൃത്യമായി ആക്രമിക്കുന്നു, പ്രതിരോധിക്കുന്നു എന്നുള്ളത് കൊണ്ട് മനോരമയ്ക്ക് സഹിക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ 25 ദിവസമായിട്ട് ഒരു ചർച്ചയിൽ നിന്ന് ഇതിനെ മാറ്റുന്നു. അതെന്താണെന്ന് വെച്ചാല്, ഇടതുപക്ഷം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം ഇതിന്റെ ഇടയിൽ നടന്നു. ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാതെ. അപ്പോഴ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട വലിയൊരു അജണ്ടയാണ്. ആശാവർക്കർമാർക്ക് സഹായം ചെയ്യേണ്ട കേന്ദ്ര സർക്കാരും ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അർഹതപ്പെട്ട സാധനങ്ങൾ ചെയ്തു കൊടുക്കണം, സംശയമില്ല. പക്ഷെ സുരേഷ് ഗോപി അടക്കം വന്ന് അവിടെ ഓരോ ഷോ കാണിച്ച് പോകണമെങ്കിൽ ശരിയാണെന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. അതല്ലല്ലോ ന്യായമായിട്ടുള്ള കാര്യം. അവർക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്ന കാര്യം. പക്ഷെ അതല്ല BJPയുടെ ഭാഗത്തുനിന്നും സംഘപരിവാറിന്റെ ഭാഗത്തുനിന്നും സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. അവര് ജനങ്ങളെ മുമ്പത്തെ പോലെ തന്നെ ഇലക്ഷൻ മുമ്പ് എന്താണ് സംഭവിച്ചത് അതേപോലെ തന്നെ പറ്റിച്ച് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു നിലപാടാണ് BJPക്കുള്ളത്. അതിന് നമ്മൾ ശരിക്കും താഴ്ച കൊടുക്കാൻ പാടില്ല. അതെ, ജോമൻ പറഞ്ഞാണ് അതിൽ കൃത്യമായ വസ്തുത. എന്ന് വെച്ചാല് സുരേഷ് ഗോപി വരുമ്പോൾ ഒരു ചായ മേടിച്ച് തന്നിട്ടുണ്ടോ സാർ എന്ന് ചോദിക്കാൻ ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും ആ ചോദിക്കാതെ വരുമ്പോഴാണ് നമുക്കിതിൽ സംശയം. ആ സംശയം ബലവത്ത് തന്നെയാണ്. സുരേഷ് ഗോപി വന്ന സ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും മന്ത്രിമാരാണ് അവിടെ വന്നതെന്നുണ്ടെങ്കിൽ SUCയുടെ പ്രതിഷേധം ഇങ്ങനെയായിരിക്കില്ലല്ലോ ഒരിക്കലും. ഒരു എങ്ങനെ വീണ ജോർജ് ആണ് ഇപ്പൊ അവിടെ വന്നതെന്ന് വിചാരിക്കും. SUC എങ്ങനെയായിരിക്കും പ്രതിഷേധിക്കുക എന്നുള്ളത് നമുക്ക് സാമാന്യ ബോധമുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവുമല്ലോ. സുരേഷ് ഗോപിനെ മണിമുറ്റത്താ മണിപ്പന്തൽ എന്ന് പറഞ്ഞ ആനയിച്ച് കൊണ്ടുവരികയാണ്. അപ്പോ സംഘപരിവാറിനെതിരെ നിലപാട് പറയാതിരിക്കുകയും ഇടതുപക്ഷത്തിനെതിരെ ശക്തമായിട്ട് നിലപാട് പറയുകയും ചെയ്യുമ്പോ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടേണ്ട സമയത്ത് അത് ആർക്കെതിരെയാണ് അവിടെ നിലപാട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമില്ല. ശരിക്കും പറയുന്നത് മന്ത്രിയെ കാണാൻ ഞങ്ങൾ നിയമസഭയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ചെന്നപ്പോ മന്ത്രി ഭയങ്കര തിരക്കാണ്. കാരണം പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ നോക്കി ക്ഷീണിച്ചിരിക്കല്ലേ, അവിടെ ഭയങ്കര തിരക്ക്. നമ്മളെ കാണാൻ സമയമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ പിറ്റേ ദിവസം പോയെന്ന് പറഞ്ഞു. ശരി, നമ്മൾ ആവശ്യക്കാരൻ്റെ അവസ്ഥയില്ലല്ലോ. നമ്മൾ പിറ്റേ ദിവസം വെളുപ്പിന് ഈ സമരപ്പന്തലിൽ നിന്ന് ഞങ്ങൾ ചാടി അദ്ദേഹത്തിന്റെ വീടൊക്കെ കണ്ടുപിടിച്ച് തൈക്കാടി വന്നു. അവിടെ ചെന്നപ്പോൾ ആരുമില്ല. അദ്ദേഹത്തിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആരെയും കാണാറില്ല, വീട്ടിൽ ഞങ്ങൾ ഒരാളെയും കാണാറില്ല. നമ്മൾ പല മന്ത്രിമാരെ നമ്മളത് ഓർത്തു. വ്യക്തിപരമായ കാര്യം പറയുമ്പോൾ അത് എന്താണെന്ന് അറിയുന്നതിന് ഞാൻ കേട്ടപ്പോൾ ഇത് ആരാണ് എന്നുള്ളത് എന്റെ ചർച്ചയിലും ഇവർ വന്നിരുന്നില്ല. സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷത്തെ ഒരു വനിതാ മന്ത്രിയെ ഇത്രമേൽ അധിക്ഷേപിക്കുകയാണ് SUCI ചെയ്തത്. പാർലമെന്റിൽ വെച്ചിരിക്കുന്ന CDയും കുര്യാക്കോസിന്റെ ചോദ്യത്തിലുള്ള മറുപടി, രണ്ട് സിക്കിം സർക്കാരിന്റേതായി വന്ന ഉത്തരവ്, 3 ഇപ്പം ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തെ അവർ വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഞാൻ അതിലെ സ്ട്രെസ് ചെയ്യാത്തത്. എങ്കിൽ പോലും ഒരു മാധ്യമം, കേരളത്തിൽ വലിയ പ്രചാരമുള്ള ഒരു മാധ്യമം ഒരു പ്രോഗ്രാം ഓഫീസറെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്നയാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയല്ലേ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മന്ത്രി തെളിവ് പുറത്തു കൊടുത്തേ. നന്നായി അറിയുന്ന മന്ത്രി ആ പാവങ്ങളുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ സമ്മതിച്ചല്ലോ. ഇനിയും എനിക്കറിയില്ല എന്ന് സ്ഥാപിച്ചാലാണ് ആശാവർക്കർമാർക്ക് ആനുകൂല്യം കിട്ടുന്നതെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ല എന്ന് സമ്മതിക്കാൻ. യാതൊരു വക ദയവുമില്ലാതെ 1000 രൂപ മാത്രം കൊടുത്തിരുന്ന ഒരു കാലത്തെ കുറിച്ചാണ് ഇയാൾ അഭിമാനപൂർവ്വം പറയുന്നത്. Hello, yes, the government is paying 10,000 to the ASHA workers.
per month as honorarium. Per month. And Yes. what is the other? Are they given other incentives? And you have been telling me that they are given just some. 10,000 per month. And you, സിക്കിമിൻ്റെ കാര്യത്തിൽ ആകെ കിട്ടുന്ന 10,000 രൂപയെക്കുറിച്ച് അവർ കൃത്യമായി പറഞ്ഞു. അപ്പോൾ ഒരു 6,000 രൂപയിലുണ്ടായിരുന്നു. 7,000 രൂപ കിട്ടുന്ന കേരളത്തിൽ 13,500 വരെ കിട്ടുന്നുണ്ട്. ഇത് 6,000 രൂപ തന്നെയാണ് അവിടുത്തെ സർക്കാർ നൽകുന്നുള്ളൂ. ഇത് യാദൃശ്ചിക പറയുന്നതല്ല, ശരിക്കും പറയുന്നതാണ്. സിക്കിം എടുത്തുകൊണ്ട് പോടേ. ആകെ 630 പേരാണ് അവിടെ ആശാ വർക്കേഴ്സായിട്ടുള്ളത് എന്നാണ് അറിവ്. ഒരുപാട് പറയണം, കേന്ദ്രത്തിനെതിരെയും പറയണം, സംസ്ഥാനത്തിനെതിരെയും പറയണം. അർഹമായ കാര്യങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുക തന്നെ വേണം, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ സംഘപരിവാറിനെ കാണാതിരിക്കുകയും മുഖ്യശത്രുവിനെ കാണാതിരിക്കുകയും സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് പറയുകയും ചെയ്യണതിന്റെ ഇരട്ടത്താപ്പ് അത് ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അത് തന്നെയാണ് ഇത്. അതെ, ഇതിന് വിശദമായിട്ട് പറഞ്ഞു തന്നെ പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനും ജോമോനും ഇത് സംസാരിച്ചത്. ഇഞ്ചക്കൊണ്ടി ജോമോന്റെ അടുത്ത് നിന്നും ഞാൻ ബിജു കോയിത്ര, അതെ, സഖാവ് കോമ്രേഡ് ജോമോൻ. കനലെരിയും സമരപഥങ്ങൾ